അയ്യോ, ഇനി എന്ത് ചെയ്യും? എന്നെ ആരെ രക്ഷിക്കാൻ പോകുന്നേ? പ്രേതം ഇപ്പൊ വരുമല്ലോ. അമ്മേ, അയ്യോ പ്രേതം! അമ്മേ, ഞാൻ പ്രേതമൊന്നും അല്ല. എന്നെ മരിച്ചവരെയൊക്കെ നിന്റെ നാട്ടിൽ എന്താടി വിളിക്കുക? മോളെ, നീ എവിടെയായിരുന്നടി? ഈ അമ്മ ഈ പ്രേതാലയത്തിലാക്കിട്ട് നീ എങ്ങോട്ട് പോയതായിരുന്നു? അമ്മേ, ഒരു പ്രേതമില്ല. പ്രേതത്തേക്ക് സ്വാമി കൊണ്ടുപോയി. ഏത് പ്രേതത്തെ? അമ്മ ഇന്നലെ ഓജോബടി കളിച്ച് വരുത്തിയില്ല ഒരു പ്രേതത്തെ, അതിനെ സ്വാമി കൊണ്ടുപോയിന്ന്. അപ്പൊ ഇതേതാ പ്രേതം? അമ്മേ, അവള് പ്രേതമൊന്നുമല്ല. ഇവളൊരു തവണ മരിച്ചതാ. അപ്പൊ ഇവള് പ്രേതം തന്നെയല്ലേ? അതല്ലേ അമ്മയോട് പറഞ്ഞത്. അവള് മരിച്ചിട്ടൊന്നുമില്ല. പിന്നെ അവളല്ലേ കടലിൽ മുങ്ങി മരിച്ചത്? ഇല്ലമ്മേ, അവള് കടലിൽ മുങ്ങി മരിച്ചിട്ടില്ല. അവളോടൊന്ന് രക്ഷപ്പെട്ടു. പിന്നെ ഏത് പ്രേതവാ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തിയിരുന്നേ? അതില്ലമ്മേ, ആ ഓജോബടി കളിച്ച പ്രേതം. വേറെ ആരാ? ഓജോബടി കളിക്കുന്ന പ്രേതത്തിന് എങ്ങനെ ഞാൻ അവളെ തള്ളിയിട്ട് കൊല്ലാൻ നോക്കിയതൊക്കെ അറിയാം. അത് പിന്നെ പ്രേതങ്ങൾക്ക് എല്ലാത്തിനെയും കുറിച്ച് അറിയില്ല മുമ്മ. അങ്ങനെ അറിഞ്ഞതോ? അമ്മ ഓജോബടി കളിച്ചപ്പോ വന്ന പ്രേതവാ. ഇതിനു മുമ്പ് അമ്മ ഓജോബടി കളിച്ചിട്ടുണ്ടാവുക. അന്ന് വന്ന പ്രേത അറിയില്ല അമ്മ. അപ്പൊ നിനക്ക് ഇവളെ എവിടുന്ന കിട്ടി? ഇവൾ തന്നെ എന്നെ വന്ന് പേടിപ്പിച്ചിരുന്നേ. ഇവളെ പ്രേത തന്നെയാ അത്. വേറെ പ്രേത. നമ്മൾ ചെയ്ത തെറ്റുകളൊക്കെ പ്രേതങ്ങൾക്ക് അറിയുന്നുണ്ടാകും. അങ്ങനെയാണോ? അപ്പൊ ഞാൻ ചെയ്ത തെറ്റാന്ന് നിങ്ങൾക്കാർക്കും അറിയില്ലേ? അറിയില്ല അമ്മേ. അതെ, ആ പ്രേത എന്ത് തെറ്റാ അമ്മ ചെയ്തത്? ആ പ്രേതത്തിന് എങ്ങനെ അമ്മ തെറ്റ് ചെയ്തൊക്കെ അറിയാ? അപ്പൊ അതൊന്നും എനിക്കറിയില്ല. അപ്പൊ നീ പറഞ്ഞത് ഇവള് പ്രേതമില്ലെന്നാണോ? അങ്ങനെയാണെങ്കിൽ നീ എന്നെ തൊട്ടേ. ഒറിജിനൽ മനുഷ്യ ശരീരം. ആ പ്രേതമൊന്നുമല്ല അമ്മേ. ഞാൻ അമ്മയുടെ മരുമോളാ. എന്നെ ആരാ കടലിലേക്ക് തള്ളിട്ടെ? അത് നിനക്കറിയോ? എനിക്കതൊന്നും അറിയില്ല. അങ്ങനെയാണല്ലേ? അതെ അമ്മേ. എന്നാ ശരി മോളെ, അത്തായം കഴിക്കാൻ വാ. എന്റെ അമ്മയുടെ ഒരു കാര്യം എന്റെ മോളെ ഒരുപാട് പേടിച്ചിട്ടുണ്ട്. നന്നായി ഉറങ്ങിക്കോ. 3 വർഷങ്ങൾക്ക് ശേഷം. നമുക്ക് ഫുഡ് കഴിക്കണ്ടേ? പറ്റില്ല. മനോദക്ക് എഴുന്നേറ്റോ. എഴുന്നേക്ക് മോളെ. ആ മോളെ, ഫുഡ് കഴിക്കാം. മാളുട്ടി, ഇന്ന് മാളുട്ടിയുടെ ബർത്ത്ഡേയാ. മാളുട്ടിക്ക് 4 വയസ്സായി. എത്ര വലിയ കേക്ക് വേണമെങ്കിലും വാങ്ങിത്തരാം. വാ മോളെ. കുരുട്ടിന്റെ ബർത്ത്ഡേ അല്ലേ? എങ്ങനെയെങ്കിലും കുരുട്ടിന്റെ ബർത്ത്ഡേ കുളമാക്കി കൈ വെച്ച് കൊടുക്കണം. അവളെ കൊണ്ടുള്ള ശല്യം ചില്ലറയൊന്നുമല്ല. അതിന് ഞാനെന്ത് വേണം? ഈ അഹങ്കാരിയെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. താമരേ, എന്താന്ന് പറഞ്ഞാൽ അമ്മ അങ്ങ് വിളിച്ചോണം. എല്ലാം തീർന്നാ വിചാരം. ഈ മാളുടെയും മുത്തശ്ശിക്ക് പേടിയാണെങ്കിൽ അതങ്ങ് പറ. എന്റെ അമ്മയെ വിളിക്കലല്ല പേടിത്തുള്ളി. നിന്നെ പേടിയോ? അതിന് ശാരദ ഒന്നുകൂടി ജനിക്കണം. നീ എങ്ങനെ എന്റെ മകനക്ക് ഉണ്ടായിരുന്നാവോ? നിന്നെ പോലൊരു അസത്ത്. മുത്തശ്ശിയുടെ പേരക്കുട്ടി ഇങ്ങനെയൊക്കെ തന്നെ കാണും. ഓ, കുഞ്ഞിനെ അവളുടെ ശബ്ദം പുറത്തു വരത്തില്ലായിരുന്നോ? ഇപ്പതേ എന്നെ കടിച്ചു കയറാൻ വരുന്നവള്. മുത്തശ്ശി, കുഞ്ഞിനെ ഞാൻ വിചാരിച്ചതില്ലേ മുത്തശ്ശി പൊട്ടത്തിയാന്നാ. ഇപ്പഴേ എനിക്ക് മനസ്സിലായത് മുത്തശ്ശി മണ്ടത്തിയാണെന്ന്. ഇപ്പൊ ഇതിൽ ഞാൻ ഇടപെടാൻ നല്ലത്. അമ്മ ഇതൊക്കെ ഡിസേർവ് ആക്കുന്നുണ്ട്. അത് പറഞ്ഞപ്പോഴാ ഇന്ന് മകളുടെ ബർത്ത്ഡേ അല്ലേ? ഏട്ടത്തിയോട് വിളിച്ചു പറയട്ടെ കുട്ടികളെ കൂട്ടി വരാനായിട്ട്. നിന്റെ ബർത്ത്ഡേ പാർട്ടി ഇവിടെ ആഘോഷിക്കത്തില്ല. അതെ, മുത്തശ്ശി അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? അതൊക്കെ തീരുമാനിക്കാനേ ഇവിടെ മാളുട്ടി ഉണ്ട്, കേട്ടാ? വല്ല കച്ചാലയിൽ ഇങ്ങനെ കുത്തിരുന്നിട്ടേ 4 വാക്ക് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടാലേ ആരും മുത്തശ്ശി ഒന്നും പറയില്ലെന്ന വിചാരം. ഈ മാളൂട്ടിക്ക് ഇപ്പൊ ബുദ്ധി വെച്ചിട്ട് കൊച്ചൊക്കെ മാളൂട്ടിയുടെ കുട്ടി നിങ്ങളുടെ കളി നടക്കത്തില്ല. എന്റെ അമ്മയോട് കളി നടക്കുന്ന പോലെ, കേട്ടാ? കുശുംബി. ആരാ അത്? ചിലപ്പോ എന്റെ അച്ഛനായിരിക്കും. എത്ര നാളായി മോളെ കണ്ടിട്ട്. എവിടെ നിന്റെ ചേച്ചി അമ്മയൊക്കെ? അവര് രാത്രി ആകുമ്പോഴേ വരൂ. ഞാനിപ്പോഴേ അച്ഛന്റെ കൂടെ ഇങ്ങോട്ട് പോകുന്നു. മോളുടെ അച്ഛനെവിടെ? അച്ഛൻ ഓഫീസിൽ പോയി. ഇന്നാള് വന്നതിന് ശേഷം അച്ഛൻ ഇവിടെ ഓഫീസിൽ പോകണ്ടല്ലോ. എവിടെ? കോഴിക്കോട്. എവിടെ ആക്കി തന്നിട്ട് അച്ഛൻ അങ്ങോട്ട് പോയി. ആണോ? എന്നിട്ട് ഫുഡ് കഴിച്ചിക്കണോ മോളെ? ആ മുത്തശ്ശി, ഫുഡൊക്കെ കഴിച്ചിക്കണോ. ചേച്ചി ഇവിടെ വാ. എന്താ? മുത്തശ്ശി പറയാ എന്റെ ബർത്ത്ഡേ ഇവിടെ നടത്തത്തില്ലാന്ന്. മുത്തശ്ശി, ആ
ആഗ്രഹം മനസ്സിൽ വെച്ചാ മതി. ഓ, ഞാൻ ആരുടെയും ബർത്ത്ഡേ പാർട്ടി ഒന്നും കൊളാക്കുന്നൊന്നും പറഞ്ഞില്ല. അവള് വെറുതെ നുണ പറയുന്നതാ. നിനക്കറിയാലോ ഈ മാളുട്ടി വാ തുറന്ന നുണയെ പറയത്തുള്ളൂന്ന്. അവള് നുണയെ പറയൂ. അതൊന്നും നീ വിശ്വസിക്കാൻ നിൽക്കണ്ട മോളെ. അതൊന്നും അത്ര നല്ലതല്ല. എനിക്കറിയാം ഏത് നല്ല ചീത്തന്നൊക്കെ. ഒരു 4-5 കൊല്ലം മുന്നത്തെ കഥ എനിക്ക് നല്ലോണം ഓർമ്മയുണ്ട്. ഒരു പ്രേതകഥ ഓർമ്മയുണ്ടോ മുത്തശ്ശി? എന്ത് കഥ? ഒന്നുമില്ലേ. എന്താ നിങ്ങളൊക്കെ കുറെ കാലായാലും വളച്ചൊടിച്ച് ഓരോന്ന് പറയുന്നേ? കാര്യം എന്താന്ന് സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങോട്ട് പറ. എന്നെ ഇങ്ങനെ പേടിപ്പിക്കാതെ. എനിക്ക് നിങ്ങളാരെയും പേടിയൊന്നുമില്ല. ഞാൻ ആരോട് ചെയ്തിട്ടിരിക്കാം. ഉറപ്പാണല്ലോ മുത്തശ്ശി? ഇതൊക്കെ തന്നെ എന്നും പറയണം കേട്ടോ. മോളെ വാ, മോക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അയ്യോ ആന്റി, ഞാൻ കഴിച്ചതാ. ആ മോളെ, സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റാ. വാ വന്ന് കഴിക്കേ. പോയി കഴിച്ചേക്ക്. അവളുടെ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് വായി വെക്കാൻ കൊള്ളില്ലെന്നുള്ളൂ. ആ മുത്തശ്ശി അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ വരാം. മുത്തശ്ശി വായി വെക്കാൻ കൊള്ളില്ലെന്ന് പറഞ്ഞാ അത് അടിപൊളിയാവും. മാളുട്ടി, നിന്റെ ബർത്ത്ഡേ ഞാൻ കൊളാക്കിയിരിക്കും.